Hello, welcome back to Civilians Craft. ഇതേപോലെ ഒരു പഴയ ടേബിൾ ടോപ്പ് കലണ്ടർ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് വേണ്ടത്. ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ A4 ഷീറ്റ് ആണെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ പീസായിട്ട്. ആ ഒരു കലണ്ടറിൻ്റെ സൈസിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കിയിട്ടാണ് ഈ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ A4 ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ, അങ്ങനെ പല കളറിലെ പേപ്പേഴ്സൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ ഇതിനായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കളർ പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പേജിലും ഓരോ കളറിലെ പേപ്പറൊക്കെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇതേപോലെ ഈ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ബ്ലാക്ക് ചാർട്ട് പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പുറത്ത് നമുക്കൊരു ഔട്ട്ലൈൻ പോലെ കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാ പേജും ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ കലണ്ടറിൻ്റെ ഒരു സൈഡ് ഫുൾ ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഞാനൊന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ വിട്ടു. ബാക്കി ഇങ്ങനെ ഓരോ സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ മാസവും നമുക്ക് വേണമല്ലോ. അപ്പോൾ പഴയ കലണ്ടർ മാറ്റിയിട്ട് നമ്മളതിനെ പുതിയൊരു കലണ്ടറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഓരോ മാസവും ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതായത് സാധാരണ A4 ഷീറ്റ് തന്നെ പ്രിൻ്റ് എടുത്തതാണ്. അത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ മാസങ്ങളായിട്ട് പ്രിൻ്റ് എടുക്കാൻ പാകത്തിന് കിട്ടും. വേർഡ് ഫയലൊക്കെ ആയിരിക്കും കേട്ടോ അത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേർഡ് ഫയൽ തന്നെ എഡിറ്റ് ചെയ്തെടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ A4 ഷീറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് എഴുതിയെടുത്താൽ മതി. ഓരോ മാസങ്ങളായിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നമുക്കങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ അങ്ങനെ ഒട്ടിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു സൈഡിൽ നമ്മുടെ ഫോട്ടോസൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ, അപ്പോൾ കുറച്ചുകൂടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കലണ്ടർ റെഡിയാക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിൽ ഒരു പഴയ കലണ്ടറിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പല ഐഡിയാസ് ഉണ്ട്, നമുക്ക് വരുന്ന ഐഡിയാസ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് വീഡിയോ ആണ്. അതായത് നമ്മൾ കളയാൻ വെച്ചിരുന്നൊരു കാര്യം അതിനെ നമുക്ക് പുതിയൊരു രീതിയിൽ റീസൈക്കിൾ ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതുപോലൊരു പഴയ ടേബിൾ ടോപ്പ് കലണ്ടർ കിട്ടുകയാണെങ്കിൽ കളയരുത്, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.